നമസ്കാരം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജ്ഞാനായ കുടുംബാംഗങ്ങളെയും യുണൈറ്റഡ് കിങ്ഡം ജ്ഞാനായ കാത്തലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്നായ് തൊമ്മൻ ദിനാചരണത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. A very warm good morning to each and every one of you watching us around the globe. This is JB Anil Alparayil, teamed up with two vibrant teenagers, Ashley Matthew Kochapalil and Grishma Joby Patialil, to host the programs of this beautiful morning. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ക്നാനായക്കാർ കേട്ടു വളർന്ന് നെഞ്ചിലേറ്റിയ പേരാണ് ക്നായ് തൊമ്മൻ്റേത്. AD 345 ദക്ഷിണ മെസപ്പൊട്ടോമിയയിലെ സ്റ്റെലൂഷ്യസ് ടെസിഫോൺ പ്രദേശത്തു നിന്നും കേരളക്കരയിലേക്കുള്ള ആ നീണ്ട യാത്രയ്ക്ക് ക്നാനായ പ്രേക്ഷിത കുടിയേറ്റത്തിന് ചുക്കാൻ പിടിച്ച കുടിയേറ്റത്തിന്റെ കുലപതി തോമസ് ലീഹ തെളിച്ചുവെച്ച ഭാരതസഭയുടെ വിശ്വാസദീപം അണയാതെ കാത്തു സൂക്ഷിക്കാൻ ദർശനം ലഭിച്ച കിഴക്കിന്റെ കാതോലിക്കോസ് ആ കർത്തവ്യം ഭംഗിയായി നിറവേറ്റുമെന്ന് ഉറപ്പോടെ ഏൽപ്പിച്ചത് അന്ന് മലയാളക്കരയുമായി നല്ല വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന ക്നായ് തൊമ്മൻ എന്ന വ്യാപാര പ്രമുഖനെയായിരുന്നു. കൊടുങ്ങല്ലൂർ തീരത്ത് വന്നിറങ്ങിയ ക്നായ് തൊമ്മനെയും ക്നാനായ ജനതയെയും അന്നത്തെ ഇളയ രാജാവ് നേരിട്ട് ചെന്ന് സ്വീകരിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ ക്നായ് തൊമ്മൻ എന്ന വാണിജ്യ പ്രമുഖന് കേരളത്തിലുണ്ടായിരുന്ന ഖ്യാതിയും ഔന്നിത്യവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 72 പദവികളും ചേരകോൻ അഥവാ ചേര രാജാവിന്റെ പ്രഭു എന്ന ഉന്നത സ്ഥാനവും നൽകി ക്നായ് തൊമ്മനെയും ക്നാനായ ജനത്തെയും ആദരിച്ച ചേരമാൻ പെരുമാൾ പിന്നീട് നായംകുടി പരിശകൾ ഈഴത്ത് നാട്ടിലേക്ക് പിണങ്ങിപ്പോയപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ തൻ്റെ അംശമോതിരം കൊടുത്തയച്ച് ആ ദൗത്യം ഏൽപ്പിച്ചതും ക്നായ് തൊമ്മനെയായിരുന്നു. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയ ക്നായ് തൊമ്മന് രാജാവ് സമ്മാനിച്ച വേന്തൻ മുടി നാം ഇന്നും അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. Yes, he was a true legend. More than a Syrian merchant who led the migration of Syrian Christians to the land of Kodungalur, he was a true missionary. A missionary who stood firm in faith and acted with boldness and gentleness. അഭിമാനിക്കാം, 400 വർഷങ്ങൾക്ക് ശേഷം ആ പൂർവ്വപിതാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ലോകമെമ്പാടുമുള്ള ക്നാനായക്കാർ കൈകോർക്കുന്ന ഈ ചരിത്ര നിമിഷത്തിന് നാം സാക്ഷികളാവുകയാണ്. ഇതിന് വഴിയൊരുക്കിയ യുണൈറ്റഡ് കിങ്ഡം ക്നാനായ കാത്തലിക് അസോസിയേഷന് ഇത് വലിയ ചാരിതാർത്ഥ്യത്തിൻ്റെ ദിവസമാണ്. അറിഞ്ഞോ അറിയാതെയോ നാം അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ മറന്നുപോയ പൂർവ്വപിതാവിനെ ഓർമ്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് അഭിമാനപൂർവം ആനയിക്കുകയാണ് UKKCA. നാളിതുവരെയുള്ള നാൾ വഴികളിൽ കരുത്തായി കാവലായി നിന്ന സർവേശ്വരനോടും പൂർവ്വപിതാക്കന്മാരോടും അനുഗ്രഹാശിസുകൾ യാചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. I would like to invite Mr. Joy Kochupurakil and Anne Marie Joy for the prayer song.